ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോണത് മലബാറുകാരുടെ സ്വന്തം നെയ്പ്പത്തലും ബീഫുമാണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ. അപ്പം ദേ പച്ചരി നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ട് അതിനെ ദേ ഒരു സ്ക്വയറാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് പച്ചരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഞാനൊരു പകുതി തേങ്ങയില്ലേ, തേങ്ങ തിരുമിയത് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഈ ഉള്ളിയും തേങ്ങയൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് അരഞ്ഞു വരുന്നൊരു പരുവമില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ദോശമാവിൻ്റെ ബാറ്റർ പോലെ ഒന്നും അത്രയ്ക്കും അങ്ങോട്ട് അരയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ തരിതരിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമ്മൾ വീണ്ടും അടുത്തൊരു ജാറിൽ പച്ചരി മാത്രം ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി കൂടുതലായിട്ട് അരച്ചെടുത്തു. ആദ്യം ഒരുപാട് നന്നായിട്ട് അരച്ചില്ല, രണ്ടാമത്തേത് നമ്മൾ കുറച്ച് നന്നായിട്ട് അരച്ചിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടിയിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മാവും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് മാവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിതുപോലെ ഉരുളയായിട്ട് ഉരുട്ടിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫൈനലി ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കില്ലേ, സെയിം അതേപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടാണ് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടാണ് നമ്മളിതൊന്ന് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മളിത് കൈ കൊണ്ട് പരത്തിയെടുക്കണത്. കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ എത്തിക്കണത്. നമ്മൾ ഈ ചപ്പാത്തിയുടെ കോലോ അതേപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല. ഓൾമോസ്റ്റ് ഒരു റൗണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓയിലിരിക്കില്ലേ, അതായത് ഇതതിൽ മുങ്ങിക്കിടക്കണം കേട്ടോ ഓയിലിൽ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന പത്തൽ ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു കയ്യിൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ബബിളായിട്ട് വരും. നമ്മൾ ഈ പൂരി ഉണ്ടാക്കണ പോലെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്ര നമുക്ക് ഫ്രൈ ആയാൽ മതിയാവും അത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളൊന്ന് വേവുന്ന രീതിയിൽ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ അടുത്ത ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ പതിയെ നമ്മളിങ്ങനെ ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കോരി മാറ്റാം. അപ്പോഴേക്കും അടുത്തതവിടെ റെഡി ആവും. അപ്പോൾ അടുത്തത് ഞാൻ അതേപോലെ തന്നെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് എടുക്കുന്നുണ്ട് കുക്ക് ചെയ്ത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് പത്തൽ റെഡിയാക്കുന്നത്. അപ്പം നമ്മുടെ പത്തൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഈ പത്തലിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ബീഫ് കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ബീഫ് കറി എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത ബീഫിനെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നില്ല. ഒരുമിച്ച് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് കറി റെഡിയാവും. അപ്പം ഞാൻ ഈ കുക്കറിലേക്ക് ബീഫിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 2 തക്കാളി, 2 സവോളയും, 2-3 പച്ചമുളകും, പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഈ ഒരു ബീഫായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്
എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ഇടണം. ഞാൻ ആദ്യം തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാല നമ്മുടെ ബീഫിലും ഇതിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതിന് വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും കൂടി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് സ്പൈസസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്കൊരു 3 വിസിലിന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുക്കറിനെയും മീറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ വേവ്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ മസാല നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളിയും ഉള്ളിയും കറിവേപ്പിലയും വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മീറ്റ് മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇളക്കി നോക്കുമ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ വെന്ത ബീഫിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളകും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മസാലയും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി വീണ്ടും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഞാൻ ഇതിനൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തലിന് മാച്ചായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പത്തലും ബീഫ് കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്